ജീവൻ മുക്തി വിവേകം മനോനാശപ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. യോഗസിദ്ധിക്രമം. ചിത്തവൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗമെങ്കിൽ ഇത് അസാധ്യമാണല്ലോ. ചിത്തവൃത്തികൾ അനന്തമല്ലേ? ഈ സംശയം പരിഹരിക്കാനാണ് പതഞ്ജലി ചിത്തവൃത്തികളെ എണ്ണിത്തിട്ടപ്പെടുത്തി 5-ാം സൂത്രത്തിൽ ഗണിച്ചിരിക്കുന്നത്. വൃത്തയഃ പഞ്ചതയ്യഃ ക്ലിഷ്ടാ അക്ലിഷ്ടാഃ. ക്ലിഷ്ടങ്ങളും അക്ലിഷ്ടങ്ങളുമായ ചിത്തവൃത്തികൾ 5 എന്നിങ്ങനെ എണ്ണത്തിൽ അവ 5 എന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. രാഗദ്വേഷാദി ക്ലേശങ്ങളോട് കൂടിയ ആസുരവൃത്തികളാണ് ക്ലിഷ്ടങ്ങൾ. രാഗദ്വേഷരഹിതങ്ങളായ ദൈവവൃത്തികളാണ് അക്ലിഷ്ടങ്ങൾ. 5 ചിത്തവൃത്തികളിൽ തന്നെ ഉൾപ്പെടുന്നവയാണ് ക്ലിഷ്ടങ്ങളും അക്ലിഷ്ടങ്ങളും. ഇവയിൽ ക്ലിഷ്ടങ്ങൾ മാത്രമല്ലേ നിരോധിക്കേണ്ടതായുള്ളൂ എന്ന് മന്ദബുദ്ധികൾ ധരിക്കാനിടയുണ്ട്. അത് പോരെന്ന് കാണിക്കാനാണ് ക്ലിഷ്ടാക്ലിഷ്ട വൃത്തികൾ ഒരുമിച്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. പേരും ലക്ഷണവും കൊണ്ട് ആ വൃത്തികളെ വിശദീകരിക്കുകയാണ് 6-ാമത്തെ സൂത്രം മുതൽ. പ്രമാണ വിപര്യയ വികൽപ്പ നിദ്രാസ്മൃതയഃ. പ്രമാണം, വിപര്യയം, വികൽപ്പം, നിദ്ര, സ്മൃതി ഇവയാണ് 5 ചിത്തവൃത്തികൾ. പ്രത്യക്ഷം, അനുമാനം, ആഗമം ഇവയാണ് വസ്തുസ്വരൂപത്തെ ബാധിക്കാത്തതും യാഥാർത്ഥ്യം വെളിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വ്യവഹാരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതുമായ ചിത്തവൃത്തിയാണ് വിപര്യയം. കയറിൽ കാണുന്ന പാമ്പ് വിപര്യമാണ്. അത് കയറിനെ ബാധിക്കുന്നില്ല. കയറ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കുന്നുമില്ല. ഇതുപോലെ ബ്രഹ്മത്തിൽ പ്രപഞ്ചവും വിപര്യമാണ്. വാസ്തവത്തിൽ വസ്തുവില്ലാതെ ശബ്ദശ്രവണ മാത്രത്താൽ ഉണ്ടെന്ന് അനുഭവിക്കുന്ന ചിത്തവൃത്തിയാണ് വികൽപ്പം. രാഹുവിൻ്റെ തല എന്ന് പറയുമ്പോൾ തല ഓർമ്മ വരുന്നുവെങ്കിലും രാഹുവിന് തലയില്ലെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. വസ്തുബോധം പാടെ അകന്ന് ഇരുട്ടിലാണ്ടുപോകുന്ന ചിത്തവൃത്തിയാണ് നിദ്ര. അനുഭവിച്ച കാര്യങ്ങൾ തുടർന്ന് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്മൃതി. ഈ 5 ചിത്തവൃത്തികളെയും എന്തുപായം കൊണ്ടാണ് നിരോധിക്കേണ്ടത്? ഇക്കാര്യമാണ് 12-ാം സൂത്രത്തിൽ വിവരിക്കുന്നത്. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധഃ. അഭ്യാസവും വൈരാഗ്യവും കൊണ്ടുവേണം മേൽ വിവരിച്ച 5 ചിത്തവൃത്തികളെയും നിരോധിക്കാൻ. അതിവേഗതയോടെ പാഞ്ഞു വരുന്ന നദീപ്രവാഹത്തെ അണകെട്ടി തടഞ്ഞു പുതിയ തോടുകൾ വഴി കൃഷിസ്ഥലങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു. അതുപോലെ വൈരാഗ്യം കൊണ്ട് ചിത്തനദിയുടെ വിഷയപ്രവാഹം തടഞ്ഞ് സമാധ്യഭ്യാസം മുഖേന ശാന്തശീതളമായ മറ്റൊരു പ്രവാഹത്തിന് രൂപം കൊടുക്കുന്നു. ഇതാണ് ചിത്തത്തിൻ്റെ ആത്മോന്മുഖമായ പ്രവാഹം. മന്ത്രജപം, ദേവതാധ്യാനം തുടങ്ങിയവ ക്രിയാരൂപങ്ങളായതുകൊണ്ട് അവയുടെ അഭ്യാസമെന്നു പറയുന്നത് ആവർത്തനമാണ്. സർവവ്യാപാരങ്ങളും ഉപശമിക്കുന്ന സമാധിയെ സാധിപ്പിക്കുന്ന അഭ്യാസം എന്താണ്? അതിനുള്ള ഉപായമാണ് തത്ര സ്ഥിതൗ യത്നോഭ്യാസഃ എന്ന 13-ാം സൂത്രത്തിൽ പതഞ്ജലി വിവരിച്ചിരിക്കുന്നത്. ചിത്തത്തെ നിശ്ചലമാക്കി നിർത്തുവാനുള്ള മാനസിക പ്രയത്നമാണ് സമാധി നേടുവാനുള്ള അഭ്യാസം. സ്വതേ ചലിച്ച് ബാഹ്യവിഷയങ്ങളെ ലാക്കാക്കി പ്രവഹിക്കുന്ന ചിത്തത്തെ എങ്ങനെയും ഞാൻ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്ന ദൃഢനിശ്ചയത്തോടെ ഉത്സാഹം ആവർത്തിക്കുന്നതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത്. ചിത്തത്തെ നിശ്ചലമാക്കി നിർത്തുവാനുള്ള മാനസിക പ്രയത്നമാണ് സമാധി നേടാനുള്ള അഭ്യാസം. സ്വതേ ചലിച്ച് ബാഹ്യവിഷയങ്ങളെ ലാക്കാക്കി പ്രവഹിക്കുന്ന ചിത്തത്തെ എങ്ങനെയും ഞാൻ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്ന ദൃഢനിശ്ചയത്തോടെ ഉത്സാഹം ആവർത്തിക്കുന്നതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത്. വ്യവഹാരവേളയിലെ ലോകവാസനകൾ അനാദികാലം മുതൽ തുടർന്നു വരുന്നവയല്ലേ? അവയെ പെട്ടെന്നുള്ള അഭ്യാസം കൊണ്ട് എങ്ങനെയാണ് നിരോധിക്കാൻ കഴിയുക? ഈ സംശയത്തിന് ഉത്തരമാണ്
സ തു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി എന്ന് 14-ാം സൂത്രം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദീർഘകാലം നിരന്തരം ആദരവോടെ പിന്തുടർന്നാലേ അഭ്യാസം ദൃഢപ്പെട്ടു കിട്ടൂ. മടയന്മാർ പറയാറുണ്ടല്ലോ, വേദങ്ങൾ 4 വിദ്യാർത്ഥി അവ പഠിക്കാൻ പോയിട്ട് ദിവസങ്ങൾ 5 ഇതേവരെ തിരിച്ചു വന്നില്ല. ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ യോഗസിദ്ധി കൈവരിക്കാൻ കൊതിക്കുന്ന യോഗിയുടെയും സ്ഥിതി ഇതാണ്. അതുകൊണ്ട് വർഷങ്ങളോളമോ ജന്മങ്ങളോളമോ യോഗാഭ്യാസം തുടരേണ്ടതാണ്. അനേക ജന്മസംസിദ്ധി തതോ യാതി പരാം ഗതിം എന്നിങ്ങനെ ഭഗവാൻ ഗീതയിലും ഈ യോഗരഹസ്യമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അനേക ജന്മങ്ങളിലെ അഭ്യാസഫലമായി സിദ്ധി നേടി യോഗി പരഗതി പ്രാപിക്കുന്നു. ചിരകാലം അഭ്യാസം തുടർന്നാലും അത് ഇടവിട്ടിടവിട്ട് പാടില്ല. അങ്ങനെയായാൽ രൂപം കൊള്ളുന്ന യോഗ സംസ്കാരങ്ങൾ തുടർന്നുണ്ടാകുന്ന ലൗകിക സംസ്കാരങ്ങളാൽ പുറംതള്ളപ്പെട്ടു പോയി എന്ന് വരും. അതോടെ ഖണ്ഡന ഖാദ്യകാരൻ പറയുന്ന സ്ഥിതി വന്നു ചേരും. ആദ്യം മുമ്പേ ഓടിയിട്ട് പിന്നീട് പുറകിലാകുന്നവനെ പോലെയോ പഠിച്ചത് മറന്നിട്ട് കൂടുതൽ പഠിക്കുന്നവനെ പോലെയാകും സ്ഥിതി. അതുകൊണ്ട് തുടർച്ചയായി യോഗം അഭ്യസിക്കേണ്ടതാണ്. അതുപോലെ ആദരപൂർവം അഭ്യസിക്കേണ്ടതുമാണ്. ആദരവില്ലാതെ അഭ്യസിച്ചാൽ വസിഷ്ഠൻ പറയുന്ന സ്ഥിതിയാണ് ഫലം. സംസ്കാരം ഉൾക്കൊള്ളാത്തവർ ഒരു കാര്യം ചെയ്താലും ചെയ്യാത്തതിന് തുല്യമാണ്. സംസ്കാരം ഉൾക്കൊള്ളാത്തവർ ഒരു കാര്യം ചെയ്താലും ചെയ്യാത്തതിന് തുല്യമാണ്. മനസ്സ് മറ്റൊന്നിൽ വ്യാപൃതമായിരിക്കുമ്പോൾ കഥ കേൾക്കുന്ന ഫലമേ അതിനുള്ളൂ. ലയം, വിക്ഷേപം, കഷായം, സുഖാസ്വാദം ഇവ പരിഹരിക്കാൻ ശ്രമം ചെയ്യാതിരിക്കലാണ് അഭ്യാസത്തിലെ അനാദരം. ഇങ്ങനെ ദീർഘകാലം നിരന്തരം സത്കാരപൂർവം അഭ്യസിച്ചാൽ സമാധി ദൃഢഭൂമിയായി ഭവിക്കും. വിഷയസുഖവാസന കൊണ്ടോ ദുഃഖവാസന കൊണ്ടോ ചലിച്ചു പോകാത്ത സ്ഥിതിയാണ് ദൃഢഭൂമിത്വം. ഭഗവാൻ അതിപ്രകാരം വിവരിച്ചിട്ടുണ്ട്. യല്ലബ്ധ്വാ ചാപരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ. സമാധി സത്യം ദൃഢഭൂമിയായി തെളിഞ്ഞാൽ അതിൽ കവിഞ്ഞൊരു ലാഭം പിന്നെ ഉണ്ടെന്ന് കരുതാനേയില്ല. ആ സ്ഥിതിയിൽ അതിമഹത്തായ ദുഃഖം പോലും പിന്നെ ചിത്തത്തെ ചലിപ്പിക്കുകയുമില്ല. ഇതിൽ കവിഞ്ഞ് മറ്റൊന്നും കിട്ടാനില്ലെന്ന കാര്യം കജൻ്റെ കഥയിൽ കൂടി വസിഷ്ഠനും തെളിയിക്കുന്നുണ്ട്. കജൻ്റെ സമാധി ചിരകാലാഭ്യാസം കൊണ്ട് ദൃഢഭൂമിയായി ഭവിച്ചു. അയാൾ ഏകാന്തത്തിൽ ഗദ്ഗദ സ്വരത്തിൽ ഇങ്ങനെ മന്ത്രിച്ചു: കിം കരോമി ക്വ ഗച്ഛാമി കിം ഗൃഹ്ണാമി ത്യജാമി കിം ആത്മനാ പൂരിതം വിശ്വം മഹാകൽപ്പാംബുനാ യഥാ. എന്തു ചെയ്യാൻ, എങ്ങോട്ടു പോകാൻ, എന്തു സ്വീകരിക്കാൻ, എന്തുപേക്ഷിക്കാൻ, പ്രളയകാല ജലമെന്ന പോലെ ആത്മാവ് വിശ്വമെങ്ങും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. ദേഹത്തിനകത്തും പുറത്തും അടിയിലും മുകളിലും സർവ്വദിക്കിലും ഇതിലും ഇവിടെയും ഒക്കെ ആത്മാവ് തന്നെ. ആത്മാവില്ലാത്ത ഒരിടവും കാണുവാനില്ല. ഞാനില്ലാത്ത ഒന്നും കാണുവാനില്ല. എന്നിലല്ലാതെ ഒന്നും കാണുവാനില്ല. ഞാൻ മറ്റെന്തു കൊതിക്കാനാണ്? ജഗത്ത് മുഴുവൻ ബോധമയമായി ഭവിച്ചിരിക്കുന്നു. സ്ഫാരബ്രഹ്മമലാം ബോധേഹേ ഫേനാഃ സർവേ കുലാചലാഃ ചിദാദിത്യമഹാതേജോ മൃഗതൃഷ്ണാ ജഗത്ശ്രിയഃ. പരന്നു നിറഞ്ഞിരിക്കുന്ന നിർമ്മലമായ ബ്രഹ്മസമുദ്രത്തിലെ വെറും പതകളാണ് കുലപർവ്വതങ്ങൾ. ലോകൈശ്വര്യങ്ങളെല്ലാം ബോധാദിത്യൻ്റെ തേജസ്സിൽ തെളിയുന്ന കാനൽ ജലമാണ്. ദൃഢഭൂമിയിലെത്തിയ ചിത്തത്തെ മഹത്തായ ദുഃഖം പോലും ചലിപ്പിക്കുകയില്ല. ദൃഢഭൂമിയിലെത്തിയ ചിത്തത്തെ മഹത്തായ ദുഃഖം പോലും ചലിപ്പിക്കുകയില്ല എന്നതിന് വസിഷ്ഠൻ ശിഖിധ്വജൻ്റെ വൃത്താന്തം ഉദാഹരിക്കുന്നു. നേരത്തെ തന്നെ പരിപക്വ സമാധി നേടിക്കഴിഞ്ഞിരുന്ന ചൂടാല ഒരു ദിവസം തൻ്റെ ഭർത്താവായ ശിഖിധ്വജൻ നിർവികൽപ്പ സമാധിയിൽ ആണ്ടിരിക്കുന്നതായി കണ്ടു. ഈ പരമപദത്തിൽ നിന്നും ഞാൻ പ്രിയതമനെ ഉണർത്തുന്നുണ്ട്
എന്നവർ തീരുമാനിച്ചു. ഇങ്ങനെ ചിന്തിച്ച് അവർ അത്യുച്ചത്തിൽ സിംഹനാദം മുഴക്കി. കിരാതന്മാരെപ്പോലും ഭയചകിതരാക്കി തീർക്കുന്ന സിംഹനാദം വീണ്ടും വീണ്ടും മുഴങ്ങി. പക്ഷേ ആ ശബ്ദമുണ്ടായിട്ടും രാജാവ് നിർവികൽപ്പസ്ഥിതിയിൽ നിന്നും ഉണർന്നതേയില്ല. അദ്ദേഹത്തെ പിടിച്ചു കുലുക്കുകയും തള്ളി നിലത്തു വീഴ്ത്തുകയും ചെയ്തു. എന്നിട്ടും ശിഖിധ്വജൻ ഉണർന്നില്ല. പ്രഹ്ലാദ കഥയിലും ഇക്കാര്യം തന്നെ വസിഷ്ഠൻ ഉദാഹരിക്കുന്നുണ്ട്. വസ്തുവിചാരം ചെയ്തുറച്ച പ്രഹ്ലാദ ചിത്തം പരമാനന്ദസ്വരൂപമായ നിർവികൽപ്പ സമാധിയിലാണ്ടു. ഒരു ചിത്രത്തിൽ എഴുതിയ പോലെ അദ്ദേഹം ഇരിപ്പായി. 5000 കൊല്ലം പുഷ്ടശരീരനായി നിശ്ചല ദൃഷ്ടിയായി അദ്ദേഹം അങ്ങനെയിരുന്നു. ഒടുവിൽ വിഷ്ണു മുമ്പിലെത്തി പ്രഹ്ലാദനെ ഉണർത്താനായി പാഞ്ചജന്യം മുഴക്കി. മഹത്തായ ആ വൈഷ്ണവധ്വനി കേട്ട് ദാനവചക്രവർത്തി സാവധാനം ഉണർന്നെണീറ്റു. വീതഹവ്യൻ തുടങ്ങിയവരുടെ സമാധ്യനുഭവ വിവരണങ്ങളും ഈ വിഷയത്തിൽ ദൃഷ്ടാന്തമായി എടുക്കാവുന്നതാണ്. വൈരാഗ്യ വിശകലനം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.